നമസ്കാരം സുഹൃത്തുക്കളെ. കൊച്ചി കോർപ്പറേഷൻ മേയറും കൊച്ചി കോർപ്പറേഷൻ അധികാരികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഇത് എറണാകുളം കലൂർ പൊറ്റക്കുഴിയിലേക്ക് പോകുമ്പോൾ, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴുള്ള വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. കൊച്ചി പട്ടണത്തിന്റെ നടുവിൽ തെരുവ് നായകൾ കിടക്കണതാണ് ഈ കാണുന്നത്. ഇതിനുടമസ്ഥനുണ്ടോ ആരുണ്ടോ ഒന്നും അറിയാൻ പാടില്ല. എത്ര പട്ടിയുണ്ടെന്നൊന്ന് നോക്കിക്കോട്ടെ. 1, 2, 3, 4, 5, 6 ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഈ തെരുവ് നായ ഒരു വലിയ മാഫിയ വളർത്തണതാണ്. എറണാകുളം കലൂര് ദേശാഭിമാനിയുടെ അവിടെ നിന്ന് ഫ്രീഡം റോട്ടിൽ കൂടി വന്നിട്ട് പൊറ്റക്കുഴിക്ക് പോകുന്ന, അല്ലെങ്കിൽ LF ചർച്ചിലേക്ക് പോകുന്ന വഴി, ഫ്രീഡം റോട്ടിൽ കൂടി വന്നിട്ട് നമ്മൾ പൊറ്റക്കുഴി LF ചർച്ചിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ 6 പട്ടികൾ. സമയം ഒരു 8:30 ആയിട്ടുള്ളൂ. കൊച്ചു കുട്ടികൾ വല്ലതും വന്നാൽ എന്തായിരിക്കും അവസ്ഥ? 1, 2, 3, 4, 5, 6 തടിമാടൻ തെരുവ് നായയാണ് കിടക്കുന്നത്. ഇതൊരു മാഫിയാണ് ഇതിനെ വളർത്തുന്നത്. സത്യത്തിൽ പട്ടിക്ക്, നായക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും കർശനമാക്കിയാൽ കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്ന് പട്ടിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ, മേടിക്കുമ്പോൾ തന്നെ അതിനൊരു നമ്പറും ഒരു സർട്ടിഫിക്കറ്റും, പട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റ് എടുത്താൽ, അത് ചാവുമ്പോൾ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റും ഉണ്ടായാൽ തെരുവ് നായകൾ ഉണ്ടാവില്ല. അല്ലാണ്ട് ഇതിന് ജോസ് മാവേലി ആവട്ടെ ആര് സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിലെ കൂടി പിള്ളേരൊന്നും പോകാത്തതുകൊണ്ട് കൊള്ളാം. ഒരിക്കൽ കൂടി പറയുന്നു, കലൂർ ദേശാഭിമാനിയുടെ അതിലെ കൂടി വന്ന് ഫ്രീഡം റോട്ടിൽ കൂടി വന്ന് ഫ്രീഡം റോഡിൻ്റെ ആ വളവങ്ങട് തിരിഞ്ഞ് LF ലിറ്റിൽ ഫ്ലവർ ചർച്ചിലേക്ക്, പൊറ്റക്കുഴി റോഡ്, എളമക്കര റോഡിലോട്ട് മുട്ടുന്ന ആ റോഡിലാണ് ഈ സംഭവം. ഞാൻ ഈ റോഡിൻ്റെ പേര് ഒന്നും കൂടി അടിച്ചിടാം. ഈ പട്ടികളെ പിടിക്കാനോ ഇതിനു വേണ്ട സംവിധാനം ചെയ്യാനോ ഇവിടെ ആർക്കും സാധിച്ചിട്ടില്ല. ജോസ് മാവേലി ആവട്ടെ, തെരുവ് നായ സംരക്ഷണ സമിതി ആവട്ടെ, ആരാവട്ടെ, ഒരു പട്ടി കടിച്ചാലുണ്ടാവുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ തെരുവ് നായ ശല്യം അവസാനിപ്പിക്കാൻ വേറെ ഒന്നും വേണ്ട. എന്നെ ശ്രവിക്കുന്നവർ, പ്രത്യേകിച്ചും കേരളത്തിന്റെ ഭരണാധികാരികൾ, കൊച്ചിൻ കോർപ്പറേഷന്റെ മേയറും ഹെൽത്തും, കൊച്ചിൻ കോർപ്പറേഷന്റെ ഭരണാധികാരികൾ ഒന്ന് മനസ്സിലാക്കുക. കേരളത്തിന്റെ ഭരണാധികാരികൾ ഒന്ന് മനസ്സിലാക്കുക. ഒരു പട്ടിക്കുഞ്ഞുണ്ടാവുമ്പോൾ ആ പട്ടിക്ക് നിർബന്ധമായും ലൈസൻസ് വേണം, സർട്ടിഫിക്കറ്റ് വേണം, അതിനൊരു രജിസ്ട്രേഷൻ നമ്പർ വേണം. അതൊരു 10 രൂപയെ മേടിക്കാൻ പാടുള്ളൂ. ശേഷം ആ പട്ടി ചാവുമ്പോൾ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ്, ആ പട്ടിനെ കുഴിച്ചിട്ടതിന് ഒരു രേഖ ഉണ്ടാക്കിയാൽ തെരുവ് പട്ടികൾ ഉണ്ടാവില്ല. കാനഡയിലും ഇംഗ്ലണ്ടിലും ദുബായിലും ഒക്കെ പട്ടികളുണ്ട്, പക്ഷെ തെരുവ് നായ്ക്കളില്ല. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ സുഖമായി സാധിക്കും. കൂടാതെ 10-12 വർഷമുള്ള പട്ടിയുടെ മാക്സിമം 14-15 വയസ്സ് വരെയുള്ള പട്ടി, 15 വർഷമാണ് പട്ടിയുടെ ആയുസ്. അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങിയാൽ ഒരു 5-8 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൽ, കൊച്ചിയിൽ തെരുവ് നായകൾ ഉണ്ടാവില്ല, തെരുവ് നായകളുടെ ശല്യം ഉണ്ടാവില്ല. ഒരു വേണമെന്ന് വിചാരിച്ച് നടത്തിയാൽ നടക്കും. എനിക്ക് ഇറങ്ങിയാൽ എന്താണ് അവസ്ഥയെന്ന് അറിയില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്താ സംഭവം. ഈ റോഡിന്റെ പേരെന്താണ്? ഈ റോഡിന്റെ പേരെന്താണ്? പുതിയ റോഡ് അല്ലേ? ഇത് നേരെ എളമക്കരക്ക് പോകുന്നത് അല്ലേ? ഞാൻ പട്ടിയുടെ ഒരു സ്റ്റോറി ചെയ്യാൻ വേണ്ടിയാണ്. ഇതിനാരെങ്കിലും കൊറേ ഉണ്ടല്ലോ ഇത് ഇവിടെ ഇങ്ങനെ. താങ്ക് യു. അടുത്തത് ഇപ്പൊ തെരുവ് നായയെ നിയന്ത്രിക്കാൻ സാധിക്കും. തെരുവ് പട്ടിയുടെ ശല്യം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതിനൊരു ഇച്ഛാശക്തി മാത്രം മതി. ഒരു നിയമം പ്രാവർത്തികമാക്കിയാൽ മതി. പട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്, പട്ടിക്ക് ലൈസൻസും, നായക്ക് ലൈസൻസ് എടുക്കണം. കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്നാവട്ടെ, ഏത് പഞ്ചായത്തിൽ നിന്നാവട്ടെ ലൈസൻസ് എടുക്കണം. പട്ടി ചാവുമ്പോൾ അതിനൊരു ഡെത്ത് സർട്ടിഫിക്കറ്റും ഉണ്ടായാൽ തീർച്ചയായും തെരുവ് പട്ടികൾ ഉണ്ടാവില്ല. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ.
നിയമം കർശനമാക്കുക. അല്ലെങ്കിൽ ഇനിയും തെരുവുപട്ടിയുടെ ആക്രമണം തുടരും. നമ്മുടെ മക്കൾക്ക് കടിയും കിട്ടും. എത്തിക്കാൻ പറ്റുമെങ്കിൽ ഭരണാധികാരികളുടെ മുമ്പിൽ ഇത് എത്തിക്കുക. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.